പെപ്പയ്ക്ക് ഇന്റർനാഷണൽ ബിക്കോസ് കളി ഇഷ്ടപ്പെട്ടു. എല്ലാവരും പോയി കാണണം. ജോണർ ഭയങ്കര റയറാണ്. അടിപൊളിയാണ്. അത്യാവശ്യം അവർ സ്പോർട്സ് ചാനൽ തന്നെ മൊത്തത്തിൽ സാറ്റിസ്ഫൈഡ് ആണ്. എന്നുവെച്ചാൽ ലൈക്ക് നമ്മളെ ഈ മലയാളം ഇതിൽ ഇങ്ങനത്തെ ഒരു ജോണർ ഭയങ്കര റയറാണ്. സോ ആ ഒരു രീതിയിൽ വെച്ച് നോക്കുമ്പോൾ നല്ല പടമാണ്. വില്ലൻ നൈസ് ക്യാരക്ടർ. ഒത്തുനിൽക്കാം. പെപ്പയുടെ അഭിനയം പിന്നെ വേറെ ലെവലായിരുന്നു. ഒരു രക്ഷയില്ല. ആ പിന്നെ ഫാമിലി ആയിട്ട് വന്നിരുന്ന് കാണാൻ പറ്റുന്നത്. 3 പടം ഇറങ്ങിയിട്ടുണ്ട്. ഏകദേശം ഇപ്പൊ ഫാമിലി ആയിട്ട് വേണമെങ്കിലും വന്നിരുന്ന് കാണാൻ പറ്റുന്ന ഒരു നല്ല പടമായിട്ട് തന്നെയാണ്. ഫൈറ്റ് ഒക്കെ എങ്ങനെയാണ്? ബോക്സിംഗ് പെപ്പയും സാറ് ഫൈറ്റ് എന്ന് പറയുമ്പോൾ പെപ്പയും ഫൈറ്റും തമ്മിൽ ഭയങ്കര കോമ്പിനേഷൻ ആണ്. എങ്ങനെ ഉണ്ടായിരുന്നു? ആർഡിക്സിന് ശേഷം വരെ പെപ്പയുടെ പടമാണ് ഫൈറ്റ് പടം. എങ്ങനെ ഉണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ട് റെക്കമെൻഡ് ചെയ്യുന്നുണ്ടോ കാണാൻ പ്രേക്ഷകർ? വാച്ചബിളാണ് സിനിമ. ഫാസ്റ്റ് കളിക്കുന്ന സീനൊക്കെയും ഫാസ്റ്റ് ആണ് കൂടുതലായിട്ട് ഇഷ്ടം. എങ്ങനെയാണ് പടം? എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി, ഇഷ്ടപ്പെട്ടു. എല്ലാവരും പോയി കാണണം. ഇഷ്ടപ്പെടും, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നമ്മളൊന്നും എക്സ്പെക്ട് ചെയ്യാതെ പോവുകയാണെങ്കിൽ പടം ഓക്കെ. എന്ന് പറയുമ്പോഴേ ഇടിയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു? മലയാള സിനിമയുടെ മൈക്ക് ടൈസൺ എന്ന് വേണമെങ്കിൽ നമുക്ക് പേരിടാം. ആന്റണി പെപ്പെ അസാധ്യമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ അത്രയും ട്രെയിൻ ചെയ്ത് നമുക്ക് ഭയങ്കര സിനിമ കൊണ്ടുവരുന്ന ഒരു രീതി. പിന്നെ ബോക്സിങ്ങിനെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും അസാധ്യമായിട്ട് ഇഷ്ടപ്പെടും. ഉണ്ട്. കുറച്ചുകൂടിയൊക്കെ എക്സ്പെക്ട് ചെയ്തു. പക്ഷേ ടോട്ടലി എന്തായാലും ഇന്ന് വാലന്റൈൻസ് ഡേ ആണ്. ഇന്ന് ഇന്ത്യയുടെ ബ്ലാക്ക് ഡേ കൂടിയാണ്. അപ്പോൾ ഒരുപാട് ധീര സൈനികർ മരണപ്പെട്ട് 40ഓളം ആളുകൾ പുൽവാമയിൽ പോയൊരു ദിവസം കൂടെയാണ്. നമ്മൾ ലവേഴ്സ് എല്ലാം ആഘോഷിക്കുമ്പോഴും അങ്ങനെ ഒരു ദിനം കൂടെ. തീർച്ചയായിട്ടും ഇന്നൊരു സിനിമ കാണുമെന്ന് വിചാരിച്ചു. അത് എല്ലാം കൂടെ മിക്സ് ചെയ്ത ഒരു സാധനം. അതിൽ ഒരുപാട് സന്തോഷം. ഉറപ്പായിട്ടും ഡെഫിനറ്റ്ലി നല്ല സിനിമയാണ്. ഉറപ്പായിട്ടും തിയേറ്ററിൽ വന്നതിന് എല്ലാവരും കാണണം. കാരണം അത്രത്തോളം എഫേർട്ട് എടുത്തിട്ടുണ്ട്. നമുക്കറിയാം ഉണ്ണി മൂന്നനെ പോലെ ഇപ്പം മാർക്കോയിൽ അദ്ദേഹം ഒരു റീ എൻട്രി വന്ന പോലെ ഒരുപാട് സിനിമകളിൽ ഇപ്പം കുറേ പടങ്ങൾ നമുക്കറിയാം. പെപ്പയുടെ പരാജയപ്പെട്ട സിനിമകളും. ഇപ്പം പെപ്പയ്ക്ക് ഇന്റർനാഷണൽ ബിക്കോസ് കളിക്കുന്നത് ഒരു ഇതിനകത്തുള്ള മെയിൻ ബോക്സർ തന്നെ ഒരു ഇന്റർനാഷണൽ ഫിഗറാണ്. അപ്പോൾ ഹോളിവുഡ് അത്രയും വലിയൊരു ഒരു ഈജിപ്ഷ്യനാണ്. അപ്പോൾ അദ്ദേഹത്തിനെ പോലെയുള്ള ഒരു ആക്ടർ കൂടെ കിടപിടിക്കത്തക്ക ഒരു സംഭവം നമ്മുടെ പെപ്പെ ചെയ്തെന്ന് പറയുമ്പോൾ സത്യത്തിൽ ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിലും ഒരു സിനിമ ആസ്വാദക എന്ന നിലയിൽ ഒരുപാട് അഭിമാനവും സന്തോഷമുണ്ട്. കാരണം ഇങ്ങനെ വളർന്നു വരണം. നമ്മൾ കോമ്പീറ്റ് ചെയ്യുന്നത് പോലും ഒരു റിങ്ങിനകത്ത് ഇപ്പോൾ കേരളത്തിലെ പെപ്പയും അപ്പോൾ ഇസ്മായിൽ, അപ്പോൾ അദ്ദേഹം തന്നെ ഒരു മസിൽമാൻ എന്നറിയപ്പെടുന്ന ആളുകളാണ് മോ മസിൽ. അപ്പോൾ അത്രയും വലിയൊരു ഫൈറ്ററെ തന്നെ നമുക്ക് അല്ലെങ്കിൽ അത്രയും ബോഡി ഫിറ്റ്നസ് സൂക്ഷിക്കുന്ന ഒരു ആക്ടർ കൂടെ കോമ്പീറ്റ് ചെയ്യാൻ അങ്ങനെ ഒരു ഒപ്പണൻ്റായിട്ട് അങ്ങനെ കിട്ടുക എന്ന് പറയുന്നത് നമ്മളെപ്പോലെ ഒരു കേരളത്തിൽ നിന്ന് വരുന്ന ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ അദ്ദേഹത്തിന് അഭിമാനിക്കാം. സിനിമ പോകുന്ന പോക്ക് വേറെയാണ്. എവിടെ നിന്ന് എടുക്കുന്നു? ഒരു ദാരിദ്ര്യത്തിൽ നിന്ന് എടുത്ത് ഒരു ചേരിയിലെ കഥ പറഞ്ഞ് പോയി നിൽക്കുന്നത് ഒരു അങ്ങനത്തെ ഒരു സക്സസ് സ്റ്റോറിയിലേക്കാണ്. സ്വാഭാവികമായിട്ടും നമ്മൾ എല്ലാ യുവാക്കൾക്കും അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് എല്ലാവർക്കും ഒരു നെഗറ്റീവ് ഫീൽ ഉണ്ടാവുമല്ലോ. ജീവിതത്തിൽ ഞാൻ രക്ഷപ്പെടുന്നില്ല, സക്സസ് ആവുന്നില്ല. ഒരു മോട്ടിവേഷൻ കൂടിയാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ അധ്വാനിക്കുകയും ഒരു കാര്യത്തിന് വേണ്ടി മാക്സിമം പ്രാക്ടീസ് ചെയ്യുകയും ആത്മാർപ്പണത്തോടെ നിൽക്കുകയും ചെയ്താൽ സക്സസ് നമ്മുടെ കൂടെ ഉണ്ടാവും എന്നുള്ളത്. തീർച്ചയായിട്ടും സിനിമ റെക്കമെൻഡ് ചെയ്യുന്നു. എല്ലാവരും സിനിമ പോയി കാണുക. അടിപൊളിയായിട്ടുണ്ട്. മേക്കിങ്ങും എല്ലാം നന്നായിട്ടുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു.